എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹാഗ്രാമ ആള് പറയും എന്റെ നിഞ്ചു പവർ അത് ഞാൻ കൈമാറാൻ പോകുന്നത് മറ്റാർക്കും അല്ല, സാക്ഷാൽ ഹാസറയ്ക്കാണ്. അത് കേട്ട് ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസായി പോവും. ഹാസറ ചോദിക്കും, പപ്പ എന്തായി പറയണേ? ഇന്ദ്രയുടെ അത്ര പവറോ കഴിവോ ഒന്നും എനിക്കില്ല. ഞാൻ എന്റെ നാച്ചുറൽ പവർ എടുത്ത് മറ്റുള്ളവരുടെ സഹായത്താലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഒരു കാരണവശാലും എനിക്ക് ഈ പവർ കിട്ടാനുള്ള യാതൊരു യോഗ്യതയുമില്ല. സോ തീർച്ചയായിട്ടും അത് ചേട്ടന് തന്നെ കൊടുക്കണം. പക്ഷെ ഹാഗ്രാമയാണെങ്കിൽ അട്ടിച്ചു പറയും, എന്റെ തീരുമാനം എന്തോ അത് തന്നെയാണ് ഫൈനൽ. അതിലൊരു കാരണവശാലും യാതൊരു മാറ്റവും ഇല്ല. ഇവിടെ ഇന്ദ്ര അവൻ ഒരുപാട് വിഷമത്തില് ഹാഗ്രാമയോട് ചോദിക്കും, പപ്പ എനിക്ക് പപ്പയെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലേ? ഞാനും ഹാസറ ചെയ്തതുപോലെ തന്നെയാണ് ആ ഗ്രാമത്തിൽ ചെയ്തത്. എന്റെ പവർ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായ വെള്ളം അത് ഞാൻ കൊടുത്ത് ആ ഡയമണ്ട് ട്രീ ഞാൻ നശിപ്പിച്ചു. അതിന് ഹാഗ്രാമ പറയും, നീ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. നീ വെറും നിന്റെ പവർ ഉപയോഗിച്ച് മാത്രമാണ് ജനങ്ങൾക്ക് വെള്ളം കൊടുത്തത്. മാത്രമല്ല അവരെ സമാധാനിപ്പിച്ച് ഒരേകോപനത്തിലേക്ക് നീ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ മത്സരബുദ്ധി കാണിച്ച് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വേണ്ടി അവർ പരസ്പരം തമ്മിൽ തല്ലി മരിച്ചു. നീ എല്ലാവരെയും നിന്റെ പവർ ഉപയോഗിച്ച് അടിച്ചും ഇടിച്ചും ഭരിച്ചുമാണ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത്. അതൊരിക്കലും നല്ലൊരു ലക്ഷണമല്ല. നിനക്ക് ആക്ച്വലി നല്ല പവറുണ്ട്, ശരീരം കണ്ണുണ്ട്, ഹാസറെ കഴിഞ്ഞും നീ മികച്ചതാണ്. പക്ഷെ ഹാസറയ്ക്ക് അവൻ എല്ലാറ്റിലും ഉപരിയായി നല്ലൊരു മനസ്സുണ്ട്. അങ്ങനെ ഒരു മനസ്സുള്ളവന് മാത്രമേ നിഞ്ചു പവർ അതെനിക്ക് കൊടുക്കാൻ കഴിയൂ. ആ ഒരു മനസ്സിന് മാത്രമേ പോസിറ്റീവായ രീതിയിൽ നിഞ്ചു പവറിനെ ഉപയോഗിക്കാൻ കഴിയൂ. നിന്റെ അനുജന് ഈ ഒരു പവർ കിട്ടുന്നതിൽ നീ സന്തോഷിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ദ്ര അവനെ കൊണ്ടാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. അവൻ ഫുൾ കലിപ്പില് പല്ല് കടിക്കും. ഇന്ദ്ര ഫുൾ കലിപ്പില് അങ്ങനെ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അവൻ നടന്ന് ഒരു ഗുഹയിലേക്ക് വരും. അവന്റെ പിന്നാലെ തന്നെ അവന്റെ 2 അസിസ്റ്റൻസും അവനെ തേടിപ്പോവും. അപ്പൊ അതേസമയം ഹാസറ അവൻ ഒരുപാട് വിഷമത്തില് ഇന്ദ്രയെ നോക്കി നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ഇന്ദ്ര അവനാണെങ്കിൽ അവന്റെ സങ്കടവും ദേഷ്യവും ഒന്നും തന്നെ അവനെ കൊണ്ട് പിടിച്ചു നിർത്താനാവില്ല. അവൻ ചോദിക്കും, എന്തുകൊണ്ടായിരിക്കും പപ്പ എനിക്ക് ആ നിഞ്ചു പവർ അത് തരാതിരുന്നത്? അതിനവന്റെ അസിസ്റ്റൻസ് പറയും, ആക്ച്വലി നിങ്ങൾക്ക് നല്ല പവറുണ്ട്, നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഞങ്ങൾ രണ്ടുപേരും നിന്റെ കൂടെ വരാം. നമുക്ക് ഹാഗ്രാമ മാസ്റ്ററെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാം. അത് കേട്ട് ഇന്ദ്ര അവൻ നിലവിളിക്കും. ഉടനെ അവിടെ മുഴുവൻ രക്തം ചീറ്റിത്തെറിക്കും. അതേസമയം ഇവിടെ ഹാസറ അവനാണെങ്കിൽ നാട്ടിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണവും വസ്ത്രവും അങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടൈസോ ആണെങ്കിൽ ശ്വാസം വലിച്ചു വിടും. ഹാവു, അങ്ങനെ ഒരു വിധത്തില് ഞാൻ ആഗ്രഹിച്ച പോലെ ഹാസറയ്ക്ക് തന്നെ നിഞ്ചു ലഭിച്ചു. ആക്ച്വലി ഇന്ദ്രയ്ക്കാണ് നിഞ്ചുവിന്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്നത്. പക്ഷെ അവന്റെ മനസ്സും അവന്റെ പ്രവൃത്തിയും അത് രണ്ടും വളരെ ബാഡാണ്. അവന്റെ കയ്യിൽ നിഞ്ചു കിട്ടിയാൽ ഉറപ്പായിട്ടും അവനത് ബാഡായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ. പക്ഷെ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നിഞ്ചു ഇപ്പോ സേഫായ കരങ്ങളിലാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹൊഗാറാമോ ആളാണെങ്കിൽ എല്ലാ ടെൻഷൻസും ഇറക്കി വെച്ച് വളരെ കാമായിട്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഹാസുറ അവൻ ഹാഗുരാമയുടെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും ഹാഗുരാമ ചില കാര്യങ്ങള് ഹാസുരയോട് പറയാ. എനിക്കറിയാം നിനക്കും നിന്റെ ചേട്ടനും ഈ ഒരു തീരുമാനം ഒട്ടും ഇഷ്ടമായില്ലെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈ തീരുമാനം അത് ശരിക്കും 100% ശരിയാണ്. ഇന്ദ്രയ്ക്ക് ആ ശരീരം കണ്ണ് അത് ഓപ്പൺ ആയതിനെ തുടർന്ന് അവന്റെ ക്യാരക്ടർ മുഴുവനായിട്ടും ചേഞ്ചായി. അവന് മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ മനസ്സെന്താണ് എന്നൊന്നും അറിയില്ല. പവർ ഉപയോഗിച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവനെ ഏൽപ്പിച്ച കാര്യം ചെയ്യുക, അത് മാത്രമേ അവൻ അറിയൂ. സോ ഈ ഒരു നിഞ്ചു അത് ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യനായ ആള് നീയാണ്. കാരണം ആസ്ര നിനക്ക് മാത്രമാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കാനും കഴിയുന്നത്. ഈ ഒരു നിഞ്ചു അത് നിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നീ എല്ലാവരുടെ ഇടയിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. എന്റെ പവർ അത് ഞാൻ നിനക്ക് തരാൻ പോവാണെന്ന് പറഞ്ഞ് ആ നിഞ്ചു പവർ ആഗ്രാമ അത് ഹാസറയ്ക്ക് കൊടുക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചുന്ദരി പെണ്ണ് അവളവിടെ മുഴുവൻ ഹാസറെ അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴായിരിക്കും അവളുടെ തൊട്ടു മുൻപില് പർപ്പിൾ കളറില് എന്തോ ഒരു പ്രകാശം അവൾ കാണാ. അവൾ ഓടി ആ ഒരു ഭാഗത്തേക്ക് വരും. ആ ഒരു ഗ്രാമം ഇപ്പൊ പകുതിയോളം നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പർപ്പിൾ കളറില് എന്തോ ഒരു സാധനം വീണാണ് ആ ഗ്രാമത്തെ ഇപ്പൊ നശിപ്പിക്കുന്നത്. ആ ഒരു ഫോഴ്സിന്റെ പവറില് ഇപ്പൊ നമ്മുടെ ചുന്ദരി പെണ്ണ് അവളും തെറിച്ച് വീഴുന്നുണ്ട്. അവളുടെ നിലവിളി കേട്ട് ഹാസറ അവനിപ്പോ അവിടേക്ക് ഓടിയെത്തും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്യും. സാക്ഷാൽ ഇന്ദ്ര അവനാണ് ഇപ്പൊ ആ ഗ്രാമം നശിപ്പിച്ച് അവിടേക്ക് വരിക. അവനിപ്പോ
അവന്റെ പപ്പയോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് നെഞ്ചു പവർ തരാതിരുന്നത്? ആഗുറാമ പറയും, നിന്റെ കയ്യില് പവറുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സ്നേഹിക്കാനുള്ള മനസ്സ് അത് നിനക്കില്ല. അതുകൊണ്ടാണ് ആ പവർ നിന്റെ അനുജന് ഞാൻ കൊടുത്തത്. അതിനവൻ ദേഷ്യപ്പെട്ടു പറയും, എന്നെ പോലെ അവനും പവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തത് തന്നെയായിരിക്കും അവനും ചെയ്യുക. അവന് പവർ ഇല്ലായിരുന്നു, അതുകൊണ്ട് അവൻ മറ്റുള്ളവരോട് സ്നേഹം കാണിച്ച് അവന്റെ കാര്യം നേടിയെടുത്തു. എനിക്ക് പവറുണ്ട്, സോ മറ്റുള്ളവരെ സോപ്പിട്ട് ഒന്നും നേടിയെടുക്കേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്കാണ് ആ നിഞ്ചു അതെന്തുകൊണ്ടും ലഭിക്കേണ്ടിയിരുന്നത്. അവനിപ്പോ അവന്റെ മങ്കിക്കു ഷെരിങ്ങൻ ഓപ്പൺ ചെയ്ത് ഹൊഗാറാമയെ നോക്കും. അത് കണ്ട് ഹൊഗാറാമോ ആളങ്ങനെ ഫ്രീസായി അവനോട് ചോദിക്കും, ഈ ഒരു കണ്ണ് അത് നീ എപ്പോഴാ ഓപ്പൺ ചെയ്തേ? അപ്പ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ലൈറ്റ്നിങ് പവർ വെച്ച് ഇന്ദ്ര അവനവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ അവര് രണ്ടുപേരെയും കൊന്നു കളഞ്ഞു. അവര് മൂലമാണ് ഈ ഒരു കണ്ണ് അതിപ്പോ ഇന്ദ്രയ്ക്ക് കിട്ടിയത്. കട്ട് ചെയ്ത ഹാസുറയും ഹാഗുറാമയും അവർ രണ്ടുപേരും അവൻ പറയുന്നത് കേട്ട് ഫുൾ ഷോക്കില് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ഹാസുറ ചോദിക്കും, ബ്രദർ നീ എന്തിനാണ് അവരെ രണ്ടുപേരെയും കൊന്നത്? നിന്റെ പവർ അത് എൻഹാൻസ് ചെയ്യാൻ മറ്റുള്ളവരുടെ ജീവന് ഒരു വിലയും നീ കൽപ്പിച്ചില്ലല്ലോ. അതിന് ഇന്ദ്ര ചിരിക്കും. ഇന്ദ്ര പറയും, എനിക്ക് വലുത് എന്റെ പവർ മാത്രമാണ്, അതിനുവേണ്ടി ആരെയും ഞാൻ നശിപ്പിക്കുന്നു പറഞ്ഞ് അവൻ അടുത്ത സെക്കൻഡ് ചിത്തോരി പവർ വെച്ച് ഹാസുറെ അറ്റാക്ക് ചെയ്യും. ഹാസുറ സിമ്പിളായി അവന്റെ കൈ വീശി അത് ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം അവൻ അവന്റെ പവർ ഉപയോഗിച്ച് 5 റെസൻഗൺ പവർ അത് പുറത്തേക്ക് കൊണ്ടുവരും. അതെല്ലാം ചേർത്ത് വലിയൊരു പവറാക്കി ഇന്ദ്ര എയിം ചെയ്ത് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അവൻ ആ പവർ ഇപ്പൊ കറക്കി കറക്കി ഇന്ദ്രയ്ക്ക് നേരെ വലിച്ചെറിയും. ഇന്ദ്രയ്ക്കാണെങ്കിൽ ആ പവർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതെന്താണെന്ന്. അവൻ ഞൊടിയിടയില് അമത്രാസ് ഫയർ അതുപയോഗിച്ച് ആ പവറിനെ കത്തിക്കാൻ തുടങ്ങും. പക്ഷെ എന്താ, അതിന്റെ ഉള്ളിലുള്ള റസനങ്ങൾ അതങ്ങനെ പൊട്ടിത്തെറിച്ച് ഇന്ദ്ര അവൻ തെറിച്ച് ദൂരേക്ക് പോകും. ഇന്ദ്ര അവനാണെങ്കിൽ ഇപ്പൊ സുസാനെ ക്രിയേറ്റ് ചെയ്ത് ഫുൾ പവറിൽ അങ്ങനെ നിൽക്കും. ആസിറ, നിനക്കും കുറച്ച് പവറൊക്കെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, പക്ഷെ എന്റെ പവറിന്റെ ഈക്വലായി നിനക്കൊരിക്കലും വരാൻ കഴിയില്ല. അപ്പ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഒരുപാട് ജനങ്ങള് അവരെല്ലാവരും ഇത് നോക്കി നിൽക്കുകയാണ്. ഹാസിറയാണെങ്കിൽ അതുകൊണ്ട് വീണ്ടും അറഞ്ചം പൊറഞ്ചം അവന്റെ റെസൻഗൺ പവർ ഉപയോഗിച്ച് സുസാനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. സുസാനെ ഒരു സ്റ്റിക്ക് എടുത്ത് ഇപ്പൊ ഹാസിറാമയെ തല്ലി താഴെയിടും. ഉടനെ ഹൊഗാറാമോ ആള് നിലവിളിച്ച് പറയും, എല്ലാവരും നിങ്ങളുടെ പവർ അത് ഹാസിറയ്ക്ക് കൊടുക്ക്, എങ്കിൽ മാത്രമേ അവനിവനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയൂ. ഞൊടിയിടയില് ജനങ്ങളെല്ലാവരും അവരുടെ പവർ ഹാസിറയ്ക്ക് കൊടുക്കും. പക്ഷെ ഹാസിറയ്ക്കാണെങ്കിൽ എത്രയൊക്കെ പവർ കിട്ടിയിട്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ദ്ര അവൻ സോൾ ഓഫ് ചെയ്ത് എല്ലാ പവറിനെയും അങ്ങനെ തെറിപ്പിച്ചു കളയും. അതിനുശേഷം അവൻ ഹാഗുറാമയോട് പറയും, പപ്പ ഇതാണ് നിങ്ങളുടെ അവസാനത്തെ ഫൈറ്റ്, ഇവിടെ വെച്ച് ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വലിയൊരു സ്ക്വാഡ് എടുത്ത് ആ ഒരു ഗ്രാമത്തെ തന്നെ അങ്ങനെ രണ്ടായി വെട്ടി വീശുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് ഒരു പോറല് പോലും പറ്റില്ല. കാരണം ഹാസിറ അവൻ ആ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ പവർ ഉപയോഗിച്ച് ജനങ്ങളെ എല്ലാവരെയും ഓൾറെഡി പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതേസമയം ജനങ്ങള് അവരെല്ലാവരും കൈ കോർത്ത് പിടിച്ച് അവരുടെ ചക്ര പവർ അത് ഹാസിറയ്ക്ക് ഫുൾ ഫോഴ്സിൽ കൊടുത്തു കൊണ്ടേയിരിക്കും. അടുത്ത സെക്കൻഡ് ഹാസിറ അവൻ വുഡ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് ആ സുസാനയ്ക്ക് നേരെ അങ്ങനെ ചീറി പാഞ്ഞു പോവും. ആ ഒരു അറ്റാക്കില് ഇപ്പൊ സുസാന അതങ്ങനെ തകർന്നു പോവും. ഇന്ദ്ര പറയും, നിഞ്ചു പവർ സ്വന്തമാക്കിയ നിന്നെ ഒരു കാരണവശാലും ഹാസിറ ഞാൻ വെറുതെ വിടില്ല. അവൻ അടുത്ത നിമിഷം ലൈറ്റ്നിങ് ജിപ്സ് ഉപയോഗിച്ച് അവിടുന്ന് ഇൻവിസിബിൾ ആവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇന്ദ്ര അവൻ ആ ഷെരിങ് കണ്ണ് അതാരും മിസ്യൂസ് ചെയ്യാതിരിക്കാനാണ് സ്റ്റോൺ ടാബ്ലറ്റില് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി എഴുതിയിരുന്നത്. വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഹാഗ്രാമ ആളിപ്പോ മരണശയ്യയിൽ കിടക്കുകയാണ്. ഹാസിറാമയ്ക്ക് കുട്ടികളുണ്ടായി. അവരെല്ലാവരും ഇപ്പൊ ഹാഗ്രാമയുടെ അടുത്ത് അങ്ങനെ ഇരിക്കും. അപ്പോഴായിരിക്കും ഹൊഗാറാമ ഒരു കാര്യം ഹാസിറയോട് പറയാ. കഴിഞ്ഞ ദിവസം രാത്രി നിന്റെ ബ്രദർ ഇന്ദ്ര അവൻ എന്നെ കാണാൻ ഇവിടേക്ക് വന്നിരുന്നു. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഇന്ദ്ര അവൻ ഹാഗ്രാമയുടെ അടുത്തേക്ക് വരും. ഇന്ദ്ര പറയും, നിങ്ങളും കാഗുയെ പോലെ വലിയ തെറ്റാണ് ചെയ്തത്. പവറുള്ള എന്നെ തഴഞ്ഞ് ആ ഒരു നെഞ്ചു പവർ അത് ഒരു യോഗ്യതയില്ലാത്ത എന്റെ ബ്രദറിന് കൊടുത്തു. ഞാൻ വീണ്ടും അടുത്ത ജന്മം എടുത്തു വന്ന് ഇതിന് പ്രതികാരം വീട്ടും. കട്ട് ചെയ്ത അത് കേട്ട് ഹാസിറ അവന്റെ പപ്പയുടെ കൈ പിടിച്ചു പറയും, ഉറപ്പായിട്ടും ഇന്ദ്ര അവൻ പുനർജന്മം എടുത്ത ഞാനും അവനെ പോലെ തന്നെ പുനർജന്മം എടുത്തിരിക്കും. അത് കേട്ട്
ഹാഗ്രാമ ആളവിടെ മരിക്കുകയാണ്. അതിനുശേഷം വർഷങ്ങൾ പോകെ പോകെ ഹാസ്രയും ഇന്ദ്രയും അവർ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം അത് കാലാകാലങ്ങളോളം നീണ്ടു നിന്നുകൊണ്ടേയിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് സേജ് ഓഫ് സിക്സ് പാത്ത് പറയും ഒരുപാട് വർഷങ്ങളോളം ഹാസ്രയും ഇന്ദ്രയും അവർ രണ്ടുപേരും പുനർജന്മം എടുത്തുകൊണ്ടേയിരുന്നു. അവസാനം സെഞ്ചു ഹാസ്രാമയും മാതര ഉച്ചഹയും അവരുടെ രൂപത്തിലാണ് അവർ വീണ്ടും ഒരു പുനർജന്മം എടുത്തത്. പക്ഷെ ഇപ്പൊ ലോകത്തിന്റെ പ്രതീക്ഷ അത് നറൂട്ടോയിലും സാസുകയിലുമാണ്. തീർച്ചയായിട്ടും അവരെ രണ്ടുപേരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.